എല്ലാ ബികോം BBA സ്റ്റുഡൻസിനും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിലെ തംബ്നെയിലിൽ കാണിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 25ഓളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ RBIയെ സംബന്ധിച്ച് ചോദിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കാം. ആദ്യം തന്നെ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഈസ് ദി മിനിമം റേറ്റ് അറ്റ് വിച്ച് RBI ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരേണ്ടത് അതൊരു മിനിമം റേറ്റ് ആണ്. മിനിമം റേറ്റ് അറ്റ് വിച്ച് RBI ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കെല്ലാം തന്നെ ലോൺസ് കൊടുക്കുന്ന ആ ഒരു മിനിമം റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ നാട്ടുകളിൽ കാണുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ മിനിമം റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും അത് പഠിച്ചല്ലോ. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കേട്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചെടുക്കുക. ഒരു 1 ടൈമിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ആണ്. എന്തിൻ്റെ മിനിമം റേറ്റ് ആണ്? RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുമ്പോൾ ഈടാക്കുന്ന മിനിമം റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. സെറ്റായില്ലേ? അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് കേട്ടാൽ ഓർക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നത് മിനിമം റേറ്റ് ആണ്, രണ്ടാമത്തത് RBI ആണ് അത് കൊടുക്കുന്നത്, മൂന്നാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യുമ്പോഴാണ്. അടുത്തതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ആൻ ഓപ്പൺ മാർക്കറ്റ്. ഒരു ഓപ്പൺ മാർക്കറ്റിലൂടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാങ്ക് റേറ്റ് പോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അധിക ക്വസ്റ്റ്യനിലൊന്നും 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളത് പഠിച്ചോളൂ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ആൻ ഓപ്പൺ മാർക്കറ്റ്. ഒരു ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും അതുപോലെ തന്നെ സെയിൽസ് ചെയ്യുകയും ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ. ഇപ്പോൾ CRR ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക. വാട്ട് ഈസ് CRR എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആദ്യം പഠിക്കൂ. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി എന്താണത്? എവറി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് required to maintain fixed percentage of their time and demand deposit as cash reserve with RBI. It is called cash reserve ratio. Cash reserve ratio. ഇപ്പോൾ CRR നമ്മൾ പഠിച്ചു. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ? എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ടൈം അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് RBIയിൽ ക്യാഷ് റിസർവായിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് CRR എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ നോട്ടിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പോയിന്റ് ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഇത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3 പാർട്ടായിട്ട് ഇതിനെ പഠിക്കുക. CRRൻ്റെ ഫുൾ ഫോം ആദ്യത്തെ പാർട്ടിൽ പഠിക്കുക. CRRൻ്റെ ഫുൾ ഫോം എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. സെറ്റായില്ലേ? അടുത്തത് എന്താണ് CRR എന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുക. ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഉണ്ടല്ലോ, അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഏതെങ്കിലും ഒന്ന് ഓർത്താൽ മതി. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്
RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ റേഷ്യോനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഈ പോയിന്റ്സ് എല്ലാം വെച്ചൊന്ന് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ റേഷ്യോനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR എന്ന് പറയുന്നത്. അടുത്തതാണ് SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ, ഇവിടെ ലാബിലിറ്റി എന്നൊന്നും ഓർക്കണ്ട, ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ 25%, എന്നോട് അവിടെ 255, അതായത് പെർസെൻറ്റേജ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്, 25% എന്നാണ്, അത് തിരുത്തി വായിക്കേണ്ടതാണ്. ഇപ്പം എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും നേരത്തെ പഠിച്ചതിൻ്റെ അതേപോലെ തന്നെ പഠിച്ചോ, CRR പോലെ തന്നെ പഠിച്ചോ SLR. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ 25% RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ക്യാഷിൻ്റെയോ ഗോൾഡിൻ്റെയോ രൂപത്തിലായിരിക്കണം. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് പറയുന്നത്. അപ്പം നമ്മൾ CRRും പഠിച്ചു, SLRും പഠിച്ചു. ഞാനതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. CRR എന്ന് പറഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? കൊമേഴ്ഷ്യൽ RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ 25%-ൽ കുറയാതെ ഗോൾഡിൻ്റെയോ ക്യാഷിൻ്റെയോ രൂപത്തിൽ RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതാണ് ബേസ് റേറ്റ്. ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് സെറ്റ് ബൈ ദ RBI ബിലോ വിച്ച് ദ ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പോൾ ബേസ് റേറ്റും ഇതുപോലെ തന്നെ ഒരു മിനിമം റേറ്റ് ആണ്. അതും സെറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ആ ഒരു റേറ്റിൽ കുറഞ്ഞ് എന്ത് ചെയ്യരുത്? ബാങ്കുകൾ ലോൺസ് കൊടുക്കാൻ പാടില്ല. അടുത്തതാണ് റിപ്പോ റേറ്റ്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI lends money to commercial banks or financial institution in India against government securities. ഇന്ത്യയിലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ RBI പണം ലെൻഡ് ചെയ്യുന്നതിൻ്റെ റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് ഒന്നും ടെക്സ്റ്റിലും സിലബസിലും ഇല്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ RBIയുമായിട്ട് ബന്ധപ്പെട്ട ടേം ആയതുകൊണ്ട് അതുകൊണ്ട് നോക്കി വെക്കുക. അടുത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. RBI നേരെ തിരിച്ച് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI പൈസ കൊടുക്കുമ്പോൾ ഉള്ള റേറ്റിനെയാണ് റിപ്പോ റേറ്റ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് RBI പണം കടമെടുക്കുമ്പോൾ ഉള്ള റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രെഡിറ്റ് സീലിംഗ്. ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് RBI. ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറഞ്ഞാൽ RBIയുടെ ഒരു ഓപ്പറേഷനാണ്. ഇൻ വിച്ച് ഇറ്റ് ഇഷ്യൂസ് പ്രയർ ഇൻഫർമേഷൻ ദാറ്റ് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ഗിവൺ അപ് ടു എ സെർട്ടൈൻ ലിമിറ്റ്. ഇപ്പോൾ ഒരു ഓപ്പറേഷനാണ്, RBIയുടെ ഒരു ഓപ്പറേഷനാണ് ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറഞ്ഞാൽ. അതെന്താണ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഒരു സെർട്ടൈൻ ലിമിറ്റിൽ ലോൺസ് കൊടുക്കുന്നതിനെയാണ്, ഒരു സീലിംഗ് വെച്ചുകൊണ്ട് ലോൺസ് കൊടുക്കുന്നതിനെയാണ് ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രെഡിറ്റ് കൺട്രോൾ. സെൻട്രൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ RBIയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് വോളിയത്തെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് RBI എന്താണെന്ന് നോക്കാം. RBI ഈസ് അവർ സെൻട്രൽ ബാങ്ക്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഒക്കെ essay ചോദിക്കാറുണ്ടല്ലോ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ മനസ്സിലാവും. ഒരുപാട് തവണ RBIയുടെ ഫങ്ഷൻസ് essay ചോദിച്ചിട്ടുണ്ട്. RBIയുടെ ഫങ്ഷൻസ് essay ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ RBI എന്താണെന്ന് എഴുതണം. അതിനു വേണ്ടിയിട്ടാണ് RBIയെ കുറിച്ച് ഞാനിവിടെ ഒരു ഷോർട്ട് പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. RBI ഈസ് അവർ സെൻട്രൽ ബാങ്ക്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് RBI? ഇറ്റ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ്സ് മോണിറ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട്
ഇന്ത്യയിലെ എൻറ്റയർ മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 1935 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഷോർട്ട് നോട്ടുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എളുപ്പത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നോട്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ RBIയെ കുറിച്ച് പഠിച്ചു. RBI നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. RBI ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റം കൺട്രോളും റെഗുലേറ്റും ചെയ്യുന്നു. ഇനി RBIയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 5 മാർക്കിന് ചോദിച്ചാൽ RBI എന്താണെന്ന് എഴുതിയിട്ട് ഈ ഒരു 5 ഒബ്ജക്റ്റീവ് നമുക്ക് എഴുതാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ടു റെഗുലേറ്റ് മോണിറ്ററി സിസ്റ്റം ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ മോണിറ്ററി സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ പ്രൈസ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ വ്യാപനം അല്ലെങ്കിൽ പണത്തിൻ്റെ മറ്റിടപാടുകൾ, അതെല്ലാം തന്നെ, അതായത് മോണിറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ടു കൺട്രോൾ മോണിറ്ററി സിസ്റ്റം ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ മോണിറ്ററി സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുക മാത്രമല്ല അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ടു റെഗുലേറ്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്. ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ പണം ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ടു ഹാവ് ആൻ അതോറിറ്റി ടു കൺട്രോൾ മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റിയും RBIക്കാണ്. ടു റെഗുലേറ്റ് ബാങ്കിങ് സിസ്റ്റം ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തുടനീളമുള്ള എല്ലാ ബാങ്കുകളും ബാങ്കിങ് സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? RBI ആണ്. RBIയുടെ ഒരു നോട്ടമില്ലാതെ അല്ലെങ്കിൽ RBIയുടെ ഒരു കൺട്രോളോ റെഗുലേഷനോ ഇല്ലാതെ നമ്മുടെ രാജ്യത്ത് ഒരു ബാങ്കുകൾക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. RBI നിർദ്ദേശിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. RBIയുടെ കൺട്രോളും റെഗുലേഷനും എല്ലാ ബാങ്കുകൾക്കും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ RBI എന്താണെന്നും RBIയുടെ ഒബ്ജക്റ്റീവും പഠിച്ചു. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ നിങ്ങൾ RBI എന്താണെന്ന്. RBI ഈസ് ഇന്ത്യ സെൻട്രൽ ബാങ്ക്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് RBI. RBIയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് മോണിറ്ററി സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുക. രണ്ടാമത്തത് മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു. മൂന്നാമത്തത് ബാങ്ക് നോട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. നാലാമത്തത് മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നു. അഞ്ചാമത്തത് ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇനി എസ്എ ടോപ്പിക്കാണ്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും എസ്എ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് RBIയുടെ ഫംഗ്ഷൻ. ഇത് കുട്ടികളെ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ ഈ പോയിന്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ജുറാസ് നോട്ടിലൂടെ 1 ലൈൻ സിമ്പിൾ എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ എക്സ്പ്ലനേഷനും ഈ പോയിന്റ്സും RBIനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനും ഉണ്ടെങ്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് സെറ്റാണ്. അപ്പോൾ എല്ലാവരും അത് വളരെ എളുപ്പത്തിൽ പഠിച്ചു വെച്ചോളൂ. RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. പൈസ അച്ചടിച്ചിറക്കാനുള്ള പരമാധികാരം RBIക്കാണ്. ബാങ്കർ, ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് മുമ്പാകെ ഒരു ബാങ്കായും ഏജന്റായും ഫിനാൻഷ്യൽ അഡ്വൈസറായും RBI പ്രവർത്തിക്കുന്നു. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും അറ്റകൈ സഹായമായിട്ട് RBI പ്രവർത്തിക്കുന്നു. ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ. ക്രെഡിറ്റ് കൺട്രോൾ. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് കസ്റ്റഡിയിൽ വെക്കുന്നു. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്. ഫോറിൻ റിസർവും കസ്റ്റഡിയിൽ വെക്കുന്നു. ഇതാണ് RBIയുടെ കറക്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ആൻസർ കീയിൽ നിന്നുള്ള പോയിന്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ്. അപ്പം നമ്മൾ RBIയുടെ 7 ഫങ്ഷൻസും പഠിച്ചു. അതൊരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറഞ്ഞു നോക്കുക ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം. ദെൻ സെറ്റാണ്. ഒന്നാമത്തത് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. രണ്ടാമത്തത് ബാങ്കർ, ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ്. മൂന്നാമത്തത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. നാലാമത്തത് ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ. അഞ്ചാമത്തത് ക്രെഡിറ്റ് കൺട്രോൾ. ആറാമത്തത് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. ഏഴാമത്തത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്. ഇനി നമുക്ക് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. RBI ഹാസ് ദ സോൾ അതോറിറ്റി ടു ഇഷ്യൂ കറൻസി നോട്ട്സ് ഇൻ ഇന്ത്യ.
നമ്മുടെ ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാനുള്ള പരമാധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. വേറൊരു ബാങ്കുകൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ ഗവൺമെന്റിനോ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഒന്നും തന്നെ നോട്ട് അച്ചടിച്ചിറക്കാനുള്ള സോൾ റൈറ്റ് ഇല്ല. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറങ്ങണമെങ്കിൽ അതിന് ആര് മാത്രമേ സാധിക്കുകയുള്ളൂ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒന്നാമത്തെ ഫംഗ്ഷനായ മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. RBI ഹാസ് ദ സോൾ അതോറിറ്റി ടു ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യ രാജ്യത്തൊട്ടാകെ കറൻസി നോട്ട്സുകൾ ഇഷ്യൂ ചെയ്യാനുള്ള പരമാധികാരം RBIക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തതാണ് ബാങ്കർ ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ്. RBI ഗവൺമെന്റിന് മുമ്പാകെ, ഗവൺമെന്റ് ആണല്ലോ RBI എല്ലാം തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഗവൺമെന്റിന് മുമ്പാകെ, ഗവൺമെന്റിന് പൈസ വേണ്ട സമയത്ത് ഒരു ബാങ്കായും, ഗവൺമെന്റിന് സാമ്പത്തിക ഉപദേശം വേണ്ട സമയത്ത് ഒരു അഡ്വൈസറായും, ഗവൺമെന്റിന് മുമ്പാകെ ഒരു ഏജന്റായിട്ടും ആര് പ്രവർത്തിക്കുന്നു? RBI പ്രവർത്തിക്കുന്നു. അതാണ് ബാങ്കർ ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും മുമ്പേ RBI ഏജന്റായിട്ടും ബാങ്കറായിട്ടും ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടും അഭിനയിക്കുന്നു അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോയിൽ പറയും. അതിനുള്ള കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിൽ ആ പോയിന്റ് സ്ട്രൈക്ക് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ല. പ്രധാനമായിട്ടും ബിലോ ആവറേജ് സ്റ്റുഡൻസിന് നല്ലൊരു സ്കോർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ജുറാസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏറ്റവും ലളിതമായ നോട്ട് തന്നുകൊണ്ട്, അതേപോലെ തന്നെ ഏറ്റവും സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ പറയുന്ന പോയിന്റ്സ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചില പോയിന്റ്സ് പറയും. അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഇപ്പൊ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ എന്തായിരുന്നു എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ത്യ രാജ്യത്തൊട്ടാകെ കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള പരമാധികാരം RBIക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? ബാങ്കർ ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും മുമ്പാകെ ഒരു ഏജന്റായും ബാങ്കായും അഡ്വൈസറായിട്ടും ആര് മാറുന്നു? RBI ആക്ട് ചെയ്യുന്നു. മൂന്നാമത്തതാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. RBI provides emergency loans to bank financial crisis to prevent financial instability. ഇന്ത്യയിൽ ഒരുപാട് ബാങ്കുകൾ ഉണ്ടല്ലേ. ഈ ബാങ്കുകളെല്ലാം തന്നെ പൊട്ടിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? സാമ്പത്തികമായി തകർന്നു പോകുന്ന, ഇൻസ്റ്റേബിൾ ആകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ അല്ലേ? അത്തരത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്കുകളിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസോ ഉണ്ടാകുന്ന സമയത്ത് ആ ബാങ്കുകളെയെല്ലാം കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടൊരു ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അറ്റ കൈ സഹായം എന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം തന്നെ ഫിനാൻഷ്യലി ഇൻസ്റ്റേബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അത്തരം ബാങ്കുകൾക്ക് എമർജൻസി ലോൺ കൊടുത്ത് ഒരു അറ്റ കൈ സഹായം കൊടുക്കുന്നത് ആരാണ്? RBI ആണ്. അതാണ് RBIയുടെ മറ്റൊരു ഫംഗ്ഷനായ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അപ്പം നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്താണ്? ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ എമർജൻസി ലോൺ കൊടുക്കുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. ആളുകൾക്കല്ല കേട്ടോ, ബാങ്കുകൾക്കാണ്. അടുത്തത് ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ. RBI facilitates settlement of transaction between banks and through clearing houses. ബാങ്കുകൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻസ് ക്ലിയറിംഗ് ഹൗസുകളിലൂടെ RBI എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതാണ് RBIയുടെ മറ്റൊരു ഫംഗ്ഷനായ ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷനിലൂടെ പറയുന്നത്. RBI facilitates settlement of transactions between banks through clearing houses. ക്ലിയറിംഗ് ഹൗസസിലൂടെ RBI എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI റെഗുലേറ്റ് ക്രെഡിറ്റ് സപ്ലൈ ഇൻ ദി എക്കണോമി ത്രൂ മോണിറ്ററി ടൂൾസ്. പലതരത്തിലുള്ള മോണിറ്ററി ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിയിലെ ക്രെഡിറ്റ് സപ്ലൈയെ RBI റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ 2 പോയിന്റ് വളരെ സിമ്പിളാണ്. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവും അതുപോലെ തന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവും. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ഹോൾഡ്സ് ആൻഡ് മാനേജസ് ക്യാഷ് റിസർവ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നീക്കിയിരിപ്പുകൾ ഉണ്ടാവില്ലേ, അതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും ആരായിരിക്കും? RBI ആയിരിക്കും. അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചുകളും മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും.
ഇത്രയുമാണ് RBIയുടെ ഫങ്ഷൻസ്. അപ്പോൾ RBIയുടെ ഫങ്ഷൻസ് നമ്മൾ ക്ലിയറായി 1 ലൈൻ എക്സ്പ്ലനേഷനിലൂടെ പഠിച്ചെടുത്തു. ആദ്യത്തേത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് 1 ലൈൻ എക്സ്പ്ലനേഷനോട് കൂടെ പറഞ്ഞു തരാം. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാനുള്ള സോൾ റൈറ്റ് എന്ന് പറയുന്നത് RBIക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്ട് ആസ് എൻ ഏജന്റ്, ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ബാങ്കർ ഓഫ് ഗവൺമെൻറ്. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും മുമ്പാകെ ഒരു ഏജൻ്റായും അഡ്വൈസറായും ബാങ്കായിട്ടും RBI പെരുമാറുന്നു. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കൺട്രോളാണ്. ഇന്ത്യയിൽ പലതരത്തിലുള്ള മോണിറ്ററി ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിയുടെ ക്രെഡിറ്റ് സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ നാലാമത്തെ പോയിന്റ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. ഇന്ത്യയിലെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ക്രൈസിസോ ഇൻസ്റ്റെബിലിറ്റിയോ വരുന്ന സാഹചര്യത്തിൽ അവർക്കാവശ്യമായ എമർജൻസി ലോൺസ് കൊടുത്ത് അവരെ കൈപിടിച്ചുയർത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു ലാസ്റ്റ് റിസോർട്ട് അറ്റകൈ ധനസഹായം കൊടുക്കുന്നത് RBI ആയിരിക്കും. ദെൻ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ റിസർവ്സ് മാനേജ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത് RBI ആയിരിക്കും. അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത് RBI ആയിരിക്കും. ഈ സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾ 10 മാർക്കിൻ്റെ RBIയുടെ ഫങ്ഷൻസ് പഠിച്ചെടുത്തിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതും ഒരു എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കുന്ന ടോപ്പിക്കാണ്. എസ്സേയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ RBI അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഓഫ് RBI. RBIക്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവായി പോകുന്ന ഒരു സംഭവം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ ലോൺ കൊടുക്കുന്ന ഒരു അവസ്ഥയാണല്ലേ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്രെഡിറ്റുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI അഡോപ്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്, അതിനുള്ള RBIയുടെ വെപ്പൺസ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമുക്കതിന് ഈ ഒരു ചാർട്ടിലൂടെ 2 രീതിയിൽ തരംതിരിക്കാം. RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് അല്ലെങ്കിൽ മെഷേഴ്സ് 2 എണ്ണമാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും. അത് ഓർത്തു വെക്കാൻ പ്രയാസമില്ലല്ലോ. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളാണ്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളാണ്. ഇപ്പോൾ 2 തരത്തിലുള്ള, ആദ്യം അത് മനസ്സിലാക്കി വെക്കുക. RBI 2 തരത്തിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സാണ്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സാണ്. 2 രീതിയിൽ, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും ഒന്ന് ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇതിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? കാരണം അത് 2 മാർക്കിനും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിൻ്റെ പേര് ഓർത്ത് വെച്ചാൽ മതി, അത് 2 മാർക്കിന് ചോദിക്കില്ല. ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്? ഡയറക്റ്റ് ആക്ഷൻ, ക്രെഡിറ്റ് റേഷനിങ്, മോറൽ സോഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർജിനൽ റിക്വയർമെൻറ്റ്സ്, റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ചുരുക്കി പറഞ്ഞാൽ ഈ ടോപ്പിക് ഇനിയും മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് RBIയിൽ കൂടുതൽ കടങ്ങൾ പുറത്തേക്ക് പോവുമല്ലോ, അത്തരം സാഹചര്യങ്ങളിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBIക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതിനെയാണ് വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ RBI അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ weapons adopted by RBI എന്ന് പറയുന്നത്. There are 2 types of measures adopted by RBI which are quantitative credit control weapons and qualitative credit control weapons. What are the quantitative credit control weapons? Which are bank rate, open market operation, cash reserve ratio, statutory liquidity ratio, repo rate and reverse repo rate. All these are already discussed അല്ലേ? വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്തൊക്കെയാണ്? ഡയറക്റ്റ് ആക്ഷൻ എടുക്കുക. കൂടുതൽ കടം കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക, കടം കൊടുക്കൽ നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ക്രെഡിറ്റ് റേഷനിങ് വെക്കുക, അതായത് ഒരു നിശ്ചിത ശതമാനം മാത്രം റേഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കടം കൊടുക്കുക. മോറൽ സോഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അർബൻ ഏരിയയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങുക കടം കൊടുത്താൽ, റൂറൽ ഏരിയയിൽ കുറച്ചും കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിയാൽ ആൾക്കാർ കടം വാങ്ങുന്നത് നിർത്തും അല്ലേ? പിന്നെ മാർജിനൽ റിക്വയർമെൻ്റ് ഉണ്ട്, ക്ലീൻ അഡ്വാൻസ് കൊടുക്കുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യുക, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം, ഇതൊക്കെയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ RBIയുടെ ഫങ്ഷൻസും RBIയുടെ ഒബ്ജക്റ്റീവും RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസും ഈ ഒരു RBI ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ചെറുതും എന്നാൽ
പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി തംബ്നെയിലിൽ പറഞ്ഞതുപോലെ 20-25 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് RBI ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി നോക്കുക. പോയിന്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്കാണ്, ഒരു ന്യൂസ് പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു A4 പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ വീഡിയോ കണ്ട് പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക. എന്നിട്ട് അതൊന്നോ രണ്ടോ വട്ടം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം വായിച്ച് നോക്കുക. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് കിട്ടും. അപ്പോൾ RBIയുടെ ഒബ്ജക്റ്റീവും മീനിങ്ങും ഫംഗ്ഷനും പഠിച്ചു, ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് പഠിച്ചു, എന്താണ് ബാങ്ക് റേറ്റ്, എന്താണ് CRR, SLR, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ്, ബേസ് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതെല്ലാം പഠിച്ചു. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI. ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ആക്ട് ആസ് എ അഡ്വൈസർ, ഏജന്റ് ആൻഡ് ബാങ്കർ ടു ദ ഗവൺമെൻറ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കൺട്രോൾ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്, കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.